ഉണ്ടാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. വെൽക്കം ടു കുക്ക് ആൻഡ് ഈറ്റ് ഡിലൈറ്റ്സ്. ഇന്നത്തെ താരം ബീട്രൂട്ട് തോരനാണ്. ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞരിഞ്ഞ് നിന്ന് സമയം കളയാനില്ലാത്തവർ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് അരിഞ്ഞ് എടുക്കാം, സമയവും ലാഭിക്കാം. ഇവിടെ ഞാൻ ഇന്ന് ബീട്രൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 3 മീഡിയം സൈസ് ബീട്രൂട്ട് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കി, ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി ചോപ്പറിലിട്ട് കൊടുത്തു. അത് തോരന് ആവശ്യമായ പരുവത്തിൽ അത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. റെസിപ്പി കണ്ടിന്യൂ ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളെല്ലാവരും കുക്ക് ആൻഡ് ഈറ്റ് ഡിലൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണോ? ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ബീട്രൂട്ട് അരിയുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞു നാളിൽ നമ്മുടെ വീട്ടിലൊക്കെ ബീട്രൂട്ട് അരിയുന്ന സമയത്ത് ഇതിൻ്റെ കളറ് കൈ പറ്റുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കൈയുടെ വെള്ളയിൽ മൈലാഞ്ചിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൈയുടെ വെള്ളയിൽ വട്ടത്തിൽ നമ്മളത് തൂത്ത് വെക്കും. പിന്നെ അതുപോലെ ചുണ്ടിൽ ലിപ്സ്റ്റിക്കാണെന്ന് പറഞ്ഞിട്ട്, നമുക്കന്ന് പണ്ട് ലിപ്സ്റ്റിക്കൊന്നും വാങ്ങാനുള്ള ഇതില്ലല്ലോ, ഉപയോഗിക്കാറില്ലല്ലോ. അപ്പം ഇതാണ് നമ്മൾ ചുണ്ടിൽ തൂത്തിട്ടത് ലിപ്സ്റ്റിക്കാണെന്ന് പറഞ്ഞിട്ട് ഒക്കെ തൂത്തുകൊണ്ട് നടക്കും. ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്തവർ ചിലപ്പം ചുരുക്കമായിരിക്കും അല്ലേ. പക്ഷേ എനിക്ക് ഇപ്പോഴും ഇതിൻ്റെ കളർ ഇങ്ങനെ കൈയുടെ വെള്ളയിൽ ഇങ്ങനെ കുറച്ച് സമയം പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര രസം, നല്ല ഭംഗിയല്ല എൻ്റെ കളറ് ഇങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ കൈയുടെ വെള്ളയിൽ പറ്റിയാലും കുറച്ച് കഴിഞ്ഞിട്ടേ ഞാനിത് കഴുകി കളയാറുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ബീട്രൂട്ട് എല്ലാം 3 ബീട്രൂട്ട് ഞാൻ ഇവിടെ ചോപ്പറിലിട്ട് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചു. നമുക്കിതിനകത്ത് ചേർക്കാൻ വേണ്ടുന്നത് ഒരു ചെറിയ സവാള, ഒരു മീഡിയം സൈസ് സവാള ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞ് എടുക്കുക. അതിനുശേഷം ഒരു 3 പച്ചമുളകും അതും വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് തേങ്ങ കിട്ടുക, ഫ്രഷായിട്ടുള്ള തേങ്ങ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫ്രോസനാണ് നമുക്ക് യൂഷ്വലി കിട്ടാറുള്ളത്. അപ്പം ഒന്നുകിൽ ഫ്രോസൺ വാങ്ങിച്ച് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമുക്ക് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് അവൈലബിൾ ആണ്. അത് കുറച്ച് സമയം നമ്മൾ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് നമ്മൾ കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം എടുത്താൽ ഏകദേശം ഒരു ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ടിൻ്റെ തന്നെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടാറുണ്ട്. അപ്പം നമ്മൾ ഈ അരിഞ്ഞു വെച്ച സവാളയും ഈ വട്ടത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അല്പം ആവശ്യമായിട്ടുള്ള ഉപ്പും കോക്കനട്ടും കൂടി ചേർത്തിട്ട് തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകിൽ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ഒരു തവി ഉപയോഗിച്ച് അത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇത് ചിലപ്പോൾ കടുക് പൊട്ടിച്ചിട്ടതിന് ശേഷം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ തോരനിൽ സാധാരണ കടുക് പൊട്ടിച്ച് ഇടാറില്ല, എല്ലാ തോരനിലും. അപ്പം ഇവിടെ നമ്മൾ ബീട്രൂട്ട് ജസ്റ്റ് നമ്മൾ വെള്ളം ഒഴിക്കാതെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി, അത് വേഗം വെള്ളം ഒഴിച്ചു കളഞ്ഞാൽ അത് നല്ല ഇങ്ങനെ എന്താ പറയുന്നത്, പശു പോലെ ഇരിക്കും. അപ്പം വെള്ളം ഒഴിക്കാതെ അത് തുറന്ന് വെച്ച് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടച്ച് വെക്കരുത്, തുറന്ന് വെച്ച് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു ചെറിയ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ടച്ചപ്പായിട്ട് നമുക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ നമുക്കിതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെക്കാം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്ത് മാറ്റി ഉച്ചയ്ക്ക് നിങ്ങളുടെ ഊണിനൊപ്പം കഴിക്കുക. ഓക്കെ, അപ്പം എൻ്റെ ഈ ബീട്രൂട്ട് തോരൻ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നന്ദി, നമസ്കാരം.